ഹായ്, ഇക്കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ UK നോർത്താംപ്ടണിലുള്ള മലയാളി ഇടവകയിലെ പള്ളിപ്പെരുന്നാളായിരുന്നു കേട്ടോ. അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാവുന്ന ആ ഒരു കാഴ്ചകളാണ് ഈ ഒരു വ്ളോഗിൽ മൊത്തം ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു ബർഗറൊക്കെ തട്ടിക്കൂട്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല മഴയുള്ളൊരു ദിവസമാണ്. ഇന്നത്തെ പള്ളിപ്പെരുന്നാളും പ്രദക്ഷിണമൊക്കെ എങ്ങനെയാവും എന്നൊരു ആശങ്കയോടുകൂടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിയത്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെയും അവരുടെ കൊച്ചുങ്ങളെയും ഒക്കെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ എന്ന് പറയുമ്പം സാധാരണ നമ്മുടെ കുർബാന നടത്തുന്ന പള്ളിയിലല്ല ഇന്ന് നമ്മൾ പെരുന്നാൾ നടത്തുന്നത്. ഒരുപാട് ആളുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഒരു വലിയ സ്കൂളിൻ്റെ ഓഡിറ്റോറിയം എടുത്തിട്ട് ഇന്ന് അവിടെയാണ് പെരുന്നാൾ നടത്തുന്നത്. സാധാരണ കുർബാന നടത്താറുള്ള പള്ളിയിലേക്ക് ശരിക്കും നടന്നു പോകാനുള്ള ദൂരം കേട്ടോ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്നുള്ളൂ. പക്ഷേ ഇത് കുറച്ച് അകലെയാണ്. എന്തായാലും ഞങ്ങൾ ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ എത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്നിട്ട് ഈ നോർത്താംപ്ടണിൽ ഇങ്ങനെയൊരു മലയാളി ഇടവക ഉള്ളതുകൊണ്ട് തന്നെ നാട്ടിലെ ആ പള്ളിപ്പോക്കും കുശലം പറച്ചിലൊന്നും ഒട്ടും മിസ് ചെയ്യുന്നില്ല കേട്ടോ. നാട്ടിൽ നിന്ന് പോകുമ്പം ഒരു ആശങ്കയുണ്ടായിരുന്നു, ഇതെല്ലാം ഞാൻ മിസ് ചെയ്യാൻ പോവുകയാണല്ലോ എന്ന്. സ്റ്റിൽ നാട്ടിലെ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇതൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ തോന്നി. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഒരുപാട് കാലത്തിന് മുൻപ് വന്ന ആൾക്കാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഇടവകയൊക്കെ ഇവിടെ രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി നടക്കുന്നത് ഈ ഒരു വലിയ സ്കൂളിലാണ് നമ്മുടെ ഇന്നത്തെ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പം ഓഡിറ്റോറിയം എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. അവിടെ വെച്ച് വോളണ്ടിയർ ബാഡ്ജും ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 2 ദിവസങ്ങൾക്ക് മുമ്പ് പള്ളിപ്പെരുന്നാളിൻ്റെ കൊടി ഉയർത്തുന്നതാണ്. ഇത് നമ്മൾ സാധാരണ കുർബാന നടത്താറുള്ള പള്ളിയിൽ വെച്ചാണ് നടന്നത്. പക്ഷേ ഇന്ന് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. സാറ്റർഡേ ആയിട്ട് പോലും നമ്മുടെ ഡ്യൂട്ടീസൊക്കെ അവർ ബാലൻസ് ചെയ്തുകൊണ്ട് ഇന്ന് ഇത്രയും ആൾക്കാർ മലയാളികൾ നോർത്താംപ്ടണിൽ മാത്രമുള്ള മലയാളികൾ എത്തി നമ്മുടെ മലയാളം കുർബാന കൂടുന്നത് കാണാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷം തോന്നി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പ്രദക്ഷിണം തുടങ്ങുന്ന നേരമായി. എല്ലാ വോളണ്ടിയേഴ്സും പ്രദക്ഷിണമൊക്കെ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. ഈ ഒരു പ്രദക്ഷിണം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്നറിയോ, ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഇതുപോലെ പ്രദക്ഷിണവും അതിൻ്റെ പാട്ടുകളും ഒക്കെ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ വളരുന്ന നമ്മുടെ മലയാളി കുട്ടികൾക്കും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ട് ഞാനിത് കാണുകയാണ്. അപ്പം നാട് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നാട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെയും റീക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മളെല്ലാ മലയാളികളിൽ നിന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ കാണുന്നതൊക്കെ. അപ്പം നല്ലൊരു പ്രദക്ഷിണമൊക്കെ ആയിരുന്നു. എല്ലാ മലയാളികളും ഒത്തുചേരാനും വർത്താനം പറയാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരവുമാണ് ഈ ഒരു പള്ളിയും പള്ളിപ്പെരുന്നാളുകളും അല്ലെങ്കിൽ ഒത്തുചേരുന്ന എല്ലാ അവസരങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പ്രദക്ഷിണം ഏകദേശം കഴിയാറായപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ പോയത് നേർച്ച വിളമ്പുന്ന ആ ഒരു സ്ഥലത്തേക്കായിരുന്നു കേട്ടോ. നേർച്ച വിളമ്പുന്നതിന് ആവശ്യമായ ഒരുപാട് സജ്ജീകരണങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തക്കവണ്ണമുള്ള സൗകര്യങ്ങളോട് കൂടിയ ഒരു ഹാളൊക്കെ അതിനോട് ചേർന്നുണ്ടായതുകൊണ്ട് തന്നെ എല്ലാം ഭംഗിയായി തീർന്നിരുന്നു കേട്ടോ. അതിനോട് ചേർന്ന് വുമൻസ് ഫോറംകാർ ഒരു സ്റ്റാളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അച്ചാറുകളും ഡ്രസ്സുകളും കട്ട്ലേറ്റും അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും നേർച്ച കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെയാണെന്ന് കേട്ടോ. കാരണം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ എരിവൊന്നും അധികം കഴിക്കാത്തത് കൊണ്ട് അവരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള നേർച്ചയൊക്കെ ആയിരുന്നു. എന്തായാലും നേർച്ചയൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരുപാട് നേരം പരിചയമുള്ളവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു നിന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.